അങ്ങനെ രാവിലെ തന്നെ പുറത്തൊക്കെ പോയി വന്നതാണ് കേട്ടോ. വരുമ്പോൾ കുറച്ച് മട്ടൻ വാങ്ങിച്ചു. അങ്ങനെ മട്ടൻ വാങ്ങിച്ചു. കാരണം നാട്ടിലെ മട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. അപ്പം അങ്ങനെ മട്ടൻ വാങ്ങിച്ചു. ഒരു മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനുള്ളൊരു പുറപ്പാടാണ് കേട്ടോ. അപ്പം മട്ടൻ കറി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, ഈസിയാണ്. പക്ഷേ കുറച്ച് വേകണം, അതൊക്കെയല്ലേ. കുക്കറിലൊക്കെ ഇട്ടൊന്ന് വേവിക്കണം, അത്രയും എളുപ്പം എന്നും പറയാൻ പറ്റില്ല, എന്നാലും എളുപ്പമാണ് താനും. പക്ഷെ ഞാനിത് എളുപ്പത്തിലാട്ടോ ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കാരണം ഞാൻ ആദ്യം മട്ടനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. കാരണം മട്ടൻ എപ്പോഴും നമ്മൾ നന്നായിട്ട് കഴുകണം. അങ്ങനെ നന്നായിട്ട് കഴുകി ഞാൻ എപ്പോഴും മട്ടനൊക്കെ കഴുകുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴുകും. അത് എനിക്ക് ശരിക്കും എല്ലാവരും കഴുകുമെന്നുള്ള അറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാട്ടോ കഴുകൽ. ഉപ്പ്, കുറച്ച് മഞ്ഞൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കഴുകുക. അങ്ങനെ ഞാൻ മട്ടൻ നന്നായിട്ട് കഴുകി മട്ടൻ മാറ്റി വെച്ചു. മട്ടൻ നന്നായിട്ട് കഴുകി അതങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ എന്താ ചെയ്യുക, ഈ മട്ടൻ വാങ്ങുമ്പോൾ തന്നെ കരൾ വേറെ തന്നെ വാങ്ങിച്ചായിരുന്നു. മട്ടൻ്റെ കരൾ നമുക്ക്, കാരണം ആ ലിവർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ അതിൻ്റെ അകത്ത് പെറുക്കി മാറ്റി വെച്ചിട്ടാട്ടോ മട്ടൻ വേറെ തന്നെ കഴുകി വെച്ച്. പിന്നെ അതിൻ്റെ അകത്ത് വേണ്ടുന്ന സവാളയൊക്കെ കുനുകുന അങ്ങനെ അരിഞ്ഞിട്ടു. സവാള ഞാൻ എപ്പോഴും എൻ്റെ കൈ കൊണ്ട് തന്നെ അരിയില്ലട്ടാ, ഞാൻ ഈ കട്ടിങ് ബോർഡൊന്നും ഉപയോഗിക്കാറ്, എൻ്റെ പണ്ടേ ഉള്ള ആ ഒരു ശീലമാണത്. അപ്പം ഞാനങ്ങനെ കൈ കൊണ്ട് തന്നെ കുനുകുന എല്ലാ വെജിറ്റബിൾസും ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കുനുകുനാണ് അരിയാറ്. ഞാൻ കട്ടിങ് ബോർഡൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഞാൻ കണ്ടോ, സവാള ഞാനിങ്ങനെ കുനുകുന അരിയുന്നതുണ്ടോ. അങ്ങനെ സവാള ഞാൻ ആദ്യം അരിഞ്ഞ് അത് ഞാൻ ആ കുക്കറിലോട്ട് ഇട്ടു. ശരിക്കും ഇത് മട്ടൻ നമുക്ക് കുറേ ടൈപ്പായിട്ട് വെക്കാം കേട്ടോ. ഇത് ഞാൻ എന്ത് ചെയ്തു, കുക്കറിലിട്ടിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തു. കാരണം ആ ഒരു പച്ചമണം, നമ്മുടെ ഉള്ളീൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ വെച്ചിട്ടാട്ടോ. അങ്ങനെ ചെറുതായി ഒന്ന് വഴറ്റി, അങ്ങനെ ആ വഴറ്റി കുറച്ച് അപ്പം അതിന് ശേഷം ഞാൻ തക്കാളി, അതിന് വേണ്ടുന്ന തക്കാളി, പച്ചമുളക്, ഇഞ്ചി അതും കൂടി കൈകൊണ്ട് കുനുകുന അരിയുന്നത് കണ്ടോ. തക്കാളിയൊക്കെ കൈകൊണ്ട് ഇങ്ങനെ കുനുകുന അരിയുന്നത് കണ്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് അരിയാറ്. അങ്ങനെ എല്ലാം കൂടി പച്ചമുളകാണ് എല്ലാം ഞാൻ കൈകൊണ്ട് തന്നെ അരിയും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, അയ്യോ കൈകൊണ്ട് പച്ചമുളകൊക്കെ ഇങ്ങനെ കൈയൊക്കെ പുകച്ചിലെടുക്കില്ലേ? പുകച്ചിലൊക്കെ എടുക്കും, പക്ഷെ ആ ഒരു ശീലമായിപ്പോയി. അതൊന്നും കട്ടിങ് ബോർഡിലൊന്നും വെച്ച് ഞാൻ അങ്ങനെ അരിയാറില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഉള്ളി പാകായോ നോക്കുന്ന കേട്ടോ. ഉള്ളി ഒന്ന് ഇളക്കി നോക്കി. അപ്പം ഞാൻ എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടു. പിന്നെ എന്നിട്ട് ഞാൻ അതെല്ലാം കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ പെറുക്കിയെല്ലാം അതിലിട്ടു. മട്ടനെല്ലാം പെറുക്കിക്കിട്ട് അതിലിട്ട് അങ്ങനെ അതിൻ്റെ അകത്തോട്ട് ഞാൻ മട്ടൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടിയിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് കുക്കറിന് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. കാരണം മട്ടനാണല്ലോ, വേവാൻ എന്തായാലും വെള്ളം ആവശ്യമാണ്. അപ്പോൾ കുക്കറങ്ങ് അടച്ചു വെച്ചു. അപ്പോൾ ഇനി ഇതൊരു കുറച്ച് വിസിലൊക്കെ ഒന്ന് അടിക്കണം, എന്നാലല്ലേ വെന്ത് വരും. അങ്ങനെ ഒരു 3-4-5 വിസിലൊക്കെ അടിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തേങ്ങ ചിരവിയിട്ട് ഞാൻ തേങ്ങേൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ഇങ്ങനെ ബ്രൗൺ കളറാക്കിയെടുക്കും. കണ്ടല്ലോ ഇങ്ങനെ ബ്രൗൺ കളറാക്കി അതൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് അതും കൂടി ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അത്രമാത്രം കേട്ടോ ഞാൻ ചേർത്തത്. വറുത്ത തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്ത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മട്ടൻ മസാല, ഞാൻ ഇത്രയും ചേർത്തുള്ളൂ കേട്ടോ. പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാൻ മല്ലിപ്പൊടിയൊന്നും ഇട്ടില്ല. അപ്പോൾ അത് ഇട്ടു. പിന്നെ കണ്ടോ, എന്നിട്ട് അങ്ങനെ പാകത്തിന് ഞാൻ പിന്നെ മല്ലിയില കഴുകിയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടു. അതൊക്കെ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് തിളക്കാൻ വെച്ച് തിളച്ചു. ഈ ഒരു പാകത്തിന് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, എന്താ പറയുക, പത്തിൻ്റെ കൂടെ കഴിക്കാം. ഇതെല്ലാത്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു മട്ടൻ കറി തന്നെയാണ് കേട്ടോ. ഇത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ, ഇതൊരു എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ വേറെ പല ടൈപ്പിലും ഉണ്ടാക്കാം മട്ടൻ കറി. ഇത് ഒരു ടൈപ്പ്, എനിക്ക് എല്ലാ തരത്തിലും ഉണ്ടാക്കില്ല. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ആശ്വാസമായിട്ട് ഇങ്ങനെ ഒന്ന് നെടുവീർക്കും.